3-4 ദിവസത്തെ ഐക്യം മാത്രം. ഒടുവിൽ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തന്നെ വെള്ളാപ്പള്ളിയെ നടയടച്ച് പിണ്ടം വെച്ചു. എന്തായിരിക്കും അതിനൊരു കാരണം? 3-4 ദിവസത്തെ ആയുസ് മാത്രം ബാക്കി വെച്ച് പെട്ടെന്ന് അതിൽ നിന്ന് പിന്മാറാൻ സുകുമാരൻ നായരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് സോഷ്യൽ മീഡിയ. വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ പിന്മാറ്റം എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഐക്യത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് സംശയം തോന്നിയത് കൊണ്ടാണ് അതിൽ നിന്ന് പിന്മാറുന്നതെന്നാണ് സുകുമാരൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷെ അതെന്താണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു. അതെന്തായിരിക്കും? പ്രധാനപ്പെട്ട 2 ഹിന്ദു സംഘടനകൾ ഒന്നിക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് രാഷ്ട്രീയ നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയെ വിടുന്നതിൽ അനുവാദം ചോദിച്ചിരുന്നു SNDPയും വെള്ളാപ്പള്ളി നടേശനും. പറ്റില്ലെന്ന് അപ്പോൾ തന്നെ നേരിട്ട് അറിയിച്ചെന്നും സുകുമാരൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞു. NSSന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനാവില്ലെന്നും ഐക്യം പ്രായോഗികമല്ലെന്നും സംഘടന പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ അറിയിച്ചിരുന്നു. ഐക്യശ്രമം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പരാജയമാകും പോലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂരമാണെന്നും സുകുമാരൻ നായർ ആണയിട്ട് പറയുന്നു. NSSന്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് കോട്ടം തട്ടാതെ SNDP യോഗവുമായുള്ള ഐക്യം യാഥാർത്ഥ്യമാക്കുമെന്നാണ് സുകുമാരൻ നായർ നേരത്തെ അറിയിച്ചത്. NSS ഐക്യത്തിന് പോകുന്നത് സംഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ്. ഒരു സമുദായവുമായിട്ടോ ഒരു മതമായിട്ടോ വിരോധങ്ങളുള്ള തലത്തിൽ പെരുമാറുന്നതിനോ ഒന്നും ഞങ്ങൾ വഴിവെക്കുകയില്ല. അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് എല്ലാവരുമായി യോജിച്ച് ഹൈന്ദവ സംഘടനകളായ പ്രബല സമുദായങ്ങളായ SNDPയും NSSും തമ്മിൽ ഒന്നിക്കുന്നതിൽ എന്താ തെറ്റെന്ന് നേരത്തെ സുകുമാരൻ നായർ മാധ്യമങ്ങളോട് ചോദിച്ചിരുന്നു. NSS തീരുമാനം വാർത്താ ചാനലുകളിലൂടെ മാത്രമാണ് കണ്ടതെന്നും അതുകൊണ്ട് മറുപടി പറയുന്നില്ലെന്നുമാണ് ഇതറിഞ്ഞ ശേഷം വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചത്. പൂർണ്ണരൂപം അറിഞ്ഞതിന് ശേഷം മറുപടി പറയാമെന്നും ഇപ്പോഴുള്ള ചോദ്യങ്ങളും മറുപടികളും അപ്രസക്തമാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയുടെ BJP ബന്ധമാണ് സുകുമാരൻ നായരെ പിന്നോട്ട് വലിച്ചത് അല്ലേ? ആയിരിക്കണം. പ്രത്യേകിച്ച് പത്മഭൂഷൺ കൂടി കിട്ടിയപ്പോൾ അത് ഉറപ്പിച്ചു. അങ്ങനെയാകാനാണ് സാധ്യത, അല്ലാതെ മറ്റൊരു കാരണവും കാണുന്നില്ല. പിന്നെ പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു കാലത്ത് യോജിച്ചു പോകാനാകില്ല. ഏച്ചു വച്ചാൽ മുഴച്ചിരിക്കും, ഒരു സംശയവും വേണ്ട.